ചൈനയിൽ പടരുന്ന HMPV ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ HMPV? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബംഗളൂരുവിലുള്ള 3-8 മാസം പ്രായമുള്ള 2 കുട്ടികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളോടെയുള്ള HMPV എന്ന ശ്വാസകോശ രോഗം ചില വിഭാഗങ്ങളിൽ സങ്കീർണമായേക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ, മുതിർന്നവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ തുടങ്ങിയവർ കരുതലെടുക്കേണ്ടത് പ്രധാനമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഗുരുതരമായ രോഗങ്ങളുള്ളവർ, പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകൾ തുടങ്ങിയവരും കൂടുതൽ ജാഗ്രത പുലർത്തണം. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചില ഘട്ടങ്ങളിൽ ഈ വൈറസ് ന്യൂമോണിയയ്ക്ക് കാരണമാവുകയോ ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്യാം. മഞ്ഞുകാലങ്ങളിലും തണുപ്പ് കൂടിയ സമയങ്ങളിലുമാണ് പൊതുവെ ഈ രോഗം വ്യാപകമായി കാണപ്പെടുന്നത്. ചൈനയിലെ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ശനിയാഴ്ച സംയുക്ത യോഗം വിളിച്ചു ചേർത്തതിന് പിന്നാലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയോട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിതി അസാധാരണമായി കണക്കാക്കാനാവില്ലെന്നും നിലവിലെ രോഗികളുടെ നിരക്ക് വർധനയ്ക്ക് പിന്നിൽ RSV, ഇൻഫ്ലുവൻസ വൈറസ്, HMPV തുടങ്ങിയവയാണെന്നും സീസണലായി കണ്ടുവരുന്ന സാധാരണ രോഗകാരികൾ തന്നെയാണ് ഇവയ്ക്ക് പിന്നിലെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്? ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ശ്വാസകോശ അണുബാധകൾക്ക് കാരണമാകുന്ന ഇത് ജലദോഷം അല്ലെങ്കിൽ പനി പോലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുമെങ്കിലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ഇത് ഗുരുതരമാകാം. പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയും ഇത് കൂടുതലായി ബാധിക്കാം. സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. കടുത്ത ചുമ, മൂക്കൊലിപ്പ്, അടഞ്ഞ മൂക്ക്, പനി, തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. എന്നാൽ അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസം മുട്ടലും ശ്വാസതടസ്സവും പോലുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാം. ചില സന്ദർഭങ്ങളിൽ അണുബാധ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ HMPV പുതിയൊരു വൈറസ് അല്ലെന്നും ഇന്ത്യയിലുള്ള ഭൂരിഭാഗം പേരും ഈ വൈറസിനോട് രോഗപ്രതിരോധ ശേഷി ഉള്ളവരാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു.